السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. സൂറത്തുൽ ബഖറ 196 മുതൽ 199 വരെ 195 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹജ്ജിനെ കുറിച്ച് പറയുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വേറെ ചില നിയമങ്ങൾ പറയുകയും ചെയ്തു. പിന്നെ ഖിതാലിനെ കുറിച്ച് സാമാന്യ വിശദമായിട്ട് പറഞ്ഞു. ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞ് വീണ്ടും ഹജ്ജിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് ഇതിൽ പറയുന്നത്. ഹജ്ജിന് പോകാത്തവരൊന്ന് കൈകുന്തിക്ക്. ഹജ്ജിന്
പോകാനുള്ള പൂതി മനസ്സിലിങ്ങനെ വേണം. അതൊരു നല്ല ആഗ്രഹമായി വളരണം. അത് നല്ലൊരു പ്രാർത്ഥനയായിട്ട് ഉണ്ടാവണം. അത് ആത്മാർത്ഥമായിരിക്കുകയും വേണം. അപ്പൊ ചിലപ്പോ അള്ളാഹുവിന്റെ ഉദവി ഉണ്ടെങ്കിൽ ഇനിയും അവസരം കിട്ടിയേക്കും. അതിന് പകരം വേറെ ഒന്നുമില്ല. അതിന് പകരം അത് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് നമുക്കത് പഠിക്കാം. ആദ്യം പതിവ് പോലെ വാക്കർത്ഥം നോക്കാം. അത്തിമ്മു, നിങ്ങൾ പൂർത്തിയാക്കുക, പൂർണ്ണമായി നിർവഹിക്കുക. അൽ ഹജ്ജ്, ഹജ്ജ് അല്ല, ഹജ്ജ്, ഹജ്ജ്. വൽ ഉംറത ലില്ലാഹ്, ഉംറയും ലില്ലാഹ്, അള്ളാഹുവിന്. ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി എന്നാണ്. പൂർത്തിയാക്കുക. ഫഇൻ ഉഹ്സിർതും, നിങ്ങൾ തടയപ്പെട്ടാൽ, ഫമസ്തൈസറ, എളുപ്പമുള്ളത് സ്വീകരിക്കുക. യുസ്ർ, എളുപ്പം. ഫ മ ഇസ്തൈസറ, ഇതാണ് ഫമസ്തൈസറ, സൗകര്യപ്പെടുന്നത് നിർവഹിക്കുക. മിനൽ ഹദി, ബലിയിൽ നിന്ന്. ഹദി എന്ന് പറഞ്ഞാൽ ബലി. വലാ തഹ്ലിഖൂ, നിങ്ങൾ വടിക്കരുത്, മുണ്ടനം ചെയ്യരുത്. ഹല്ലാഖ് എന്ന് പറഞ്ഞാല് ബാർബർ ഷോപ്പാണ് ഹല്ലാഖ്. അവിടെ ഹ എന്ന് പറയുന്നതിന് ഒരു കുത്തിട്ടാല് ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ഖാലിഖ് സൃഷ്ടാവ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുത്തും പുള്ളിയൊക്കെ പരിഗണിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സൃഷ്ടിപ്പ് എന്താവും, തലവടിക്കലാവും. അപ്പൊ അതുകൊണ്ട് ഹ, അതിപ്പോ എന്താ, നമ്മളിപ്പോ ഇതിന്റെയൊക്കെ ചില ആൾക്കാർ അങ്ങനെ പറയും, ഖുർആൻ പഠിക്കണതിനെ കുറിച്ച് പറയുമ്പോഴേ അത് ഇഷ്ടം പോലെ പരിഭാഷ കിട്ടും, നമ്മളെ അതൊന്ന് വായിച്ചാൽ പോരെ, എന്തിനാ അപ്പൊ ഇതിങ്ങനെ കുത്തിയതിന് മെനക്കെട്ട് പഠിക്കണമെന്ന് വിചാരിക്കും. ഇന്നിപ്പോ ഇവിടെ വരാത്തവരെല്ലാരും അങ്ങനെ വിചാരിച്ചിട്ടല്ല, പക്ഷെ അങ്ങനെ വിചാരിക്കുന്നവർ ധാരാളം ഉണ്ട്. അപ്പോ നമ്മളത് എന്തിനാ എങ്ങനെ മെനക്കെട്ട് വന്ന് പഠിക്കണമെന്ന് വെച്ചാൽ കുത്തും പുള്ളിയൊക്കെ പരിഗണിച്ചിട്ട് പഠിക്കാനാണ്. ഖലഖ, സൃഷ്ടിച്ചു. ഇവിടെ പറയുന്നത് ആ കുത്ത് ഒഴിവാക്കിയിട്ടാണ്. വലാ തഹ്ലിഖൂ, നിങ്ങൾ മൊട്ടയാക്കരുത്, മുണ്ടനം ചെയ്യരുത്. റുഊസക്കും, നിങ്ങളുടെ തലകൾ, നിങ്ങൾ തലവടിക്കരുത്. ഹത്താ യബ്ലുഗൽ ഹദി, അവിടെ ഹദിയാണ്. ഹത്ത, വരെ. യബ്ലുഗ് എന്ന് പറഞ്ഞാൽ എത്തുക. ബല്ലിഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കുക. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ. എത്തിക്കൽ ഇംഗ്ലീഷിലുള്ള എത്തിക്കലല്ല, നമ്മൾ എത്തിച്ചു കൊടുക്കൽ എന്നാണ് തബ്ലീഗ്. അതിനാണ് തബ്ലീഗ് ഉണ്ട്. തബ്ലീഗ് പ്രസ്ഥാനത്തിന്റെ പേര് അതിൽ നിന്ന് കിട്ടിയതാണ്, സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ് ബല്ലിഗ്, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ. ഹത്താ യബ്ലുഗ, എത്തുന്നത് വരെ. അൽ ഹദി, ബലിമൃഗം എത്തുന്നത് വരെ. മഹില്ല, അതിന്റെ സ്ഥാനത്ത്. ഫമൻ കാന മിൻകും, അപ്പോൾ മൻ, ആര്, കാന, ആയി, മിൻകും, നിങ്ങളിൽ നിന്ന്. അപ്പോ എന്താണ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആയാൽ, മരീളൻ, രോഗിയായാൽ, ഔ ബിഹി അതൻ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, മിൻ റഅ്സിഹി, അവന്റെ തലയിൽ. അപ്പൊ തല വടിക്കാൻ പാടില്ല. പക്ഷേ തല വടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോ തലയിൽ എന്തെങ്കിലും സുഖമില്ലാണ്ടായാലോ, തലയിൽ മുടി വെച്ചേക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചൊറിയോ, ചൊറിന്റെ കൂടെ വേറെന്തോ നമ്മൾ പറയല്ലേ, ചെരങ്ങ, എന്താ അല്ല പേനല്ല, ചെരങ്ങ എന്നറിയും. ചെരങ്ങ എന്നൊരു പച്ചക്കറിന്റെ പേരല്ലേ, ചൊരങ്ങ. ശരി, എന്തായാലും അങ്ങക്കാണ് കൂടുതൽ അറിയാം. എന്തായാലും ആ സാധനം എന്തെങ്കിലും ഉണ്ടായാൽ, ചെരങ്ങ, ചെരങ്ങല്ലേ, ചെരങ്ങുണ്ട. ശരി ശരി. എന്തായാലും അത്ര സുഖമില്ലാത്തൊരു സാധനമാണത്. അതൊക്കെ ഉണ്ടായാൽ അപ്പൊ മുടി ഇങ്ങനെ വെച്ചേക്കാൻ പറ്റൂല. പിന്നെ അപ്പൊ മുടി എന്ത് ചെയ്യേണ്ടി വരും, വടിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഹജ്ജിലാണല്ലോ,
അപ്പൊ ഇത് എന്താ ചെയ്യാ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? ഫഫിദിയത്തുൻ, അപ്പോൾ നിങ്ങൾ പ്രായശ്ചിത്തം നൽകുക. മിൻ സുയാമിൻ, ഒന്നുകിൽ നോമ്പ്, ഔ സ്വതക്കത്തിൻ, അല്ലെങ്കിൽ ദാനം, ഔ നുസ്ക്, അല്ലെങ്കിൽ ബലി. വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്, ഇതിലേതും സ്വീകരിക്കാം. ഫഇദാ അമിൻതും, നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ, ഫമൻ തമത്തഅ, സൗകര്യം ഉപയോഗിക്കുന്നവർ, ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ്, ഉംറക്ക് ശേഷം ഹജ്ജ് വരെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവർ, ഫമസ്തൈസറ, അവരും എളുപ്പമുള്ളത് നിർവഹിക്കുക, മിനൽ ഹദിയ, ബലിയിൽ നിന്ന്. നമുക്ക് വിശദീകരിക്കാം എന്താന്നുള്ളത്. ഫമല്ലം യജിദ്, ഇനി അതിന് കഴിയാത്ത ആൾക്കാർ, ഏതിന് കഴിയാത്ത ആൾക്കാര്? ഈ ബലി ഇറക്കാനൊന്നും കഴിയാത്ത ആൾക്കാർ, ഫസ്യാം, നോമ്പെടുക്കുക, സലാസത്തി അയ്യാം, 3 ദിവസം, ഫിൽ ഹജ്ജ്, ഹജ്ജിന്റെ സമയത്ത് 3 ദിവസവും, വസബ്അ, 7 ദിവസം, ഇദാ റജഅതും, മടങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ എത്രയായി? അത് പറ്റി പറയുന്നുണ്ട്. തിൽക അശറത്തുൻ കാമില, അങ്ങനെ 10 ദിവസം പൂർണ്ണമായിട്ട്. 3 ദിവസം അവിടുന്നും 7 ദിവസം മടങ്ങിക്കഴിഞ്ഞിട്ട്. ذَلِكَ لِمَنْ لَمْ يَكُنْ أَهْلُهُ حَاضِرِ الْمَسْجِدِ الْحَرَامِ, മസ്ജിദുൽ ഹറമിന്റെ അടുത്ത് കുടുംബസമേതം താമസിക്കുന്നവരല്ലാത്തവർക്കാണ് ഇങ്ങനെയുള്ളത്. മക്കത്തുള്ള ആൾക്കാർക്ക് പിന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞ കേസില്ലല്ലോ. അപ്പൊ 3 ദിവസം അവിടുന്നും പിന്നെ നാട്ടിൽ പോയിട്ടും എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്നവർക്ക് ബാധകമല്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യാ? 10 ദിവസം നാട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞൊരു കേസ് അതിൽ വരുന്നില്ല. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമൂ, നിങ്ങൾ അറിയുക. അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹുവാണ്, ശദീദ്, കഠിനനാണ്, അൽ ഇഖാബ്, ശിക്ഷയുടെ കാര്യത്തിൽ. അള്ളാഹു വദൂദാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അല്ലെ? അള്ളാഹു സ്നേഹമാണ്, കാരുണ്യാണ്, അനുകമ്പയാണ്, ദയയാണ്, ഒക്കെയാണ്. ശിക്ഷയുടെ കാര്യത്തിൽ അള്ളാഹു എന്താണ്? കഠിനനാണ്. ശിക്ഷിക്കാൻ അള്ളാഹു തീരുമാനിക്കാൻ വലിയ പാടാ. അള്ളാഹു അങ്ങനെ വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. ശിക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല, വേഗം ചെയ്യുന്ന കാര്യമല്ല. പരമാവധി വിട്ടുവീഴ്ച ചെയ്യും, കണ്ടില്ലെന്ന് വെക്കും, ഒഴിവായി കൊടുക്കും. ഇതാണ് അള്ളാഹിന്റെ ഒരു രീതി. അതേസമയം ശിക്ഷിക്കാൻ തീരുമാനിച്ചാലോ, അവിടെ പിന്നെ എന്താണ്, ഒരു തരത്തിലും ആ പിടുത്തത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. അത് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അൽ ഹജ്ജ്, ഹജ്ജ് എന്ന് പറയുന്നത് അഷ്ഹുറുൻ, അത് മാസങ്ങളാണ്. ഷഹർ എന്ന് പറഞ്ഞ മാസം, അല്ലെ? ഷഹ്റു റമദാനല്ലദീ എന്ന് പറയുന്നത്. അപ്പൊ അഷ്ഹുറുൻ എന്ന് പറഞ്ഞ മാസങ്ങളാണ്. മഅലൂമാത്ത്, അറിയപ്പെടുന്ന മാസങ്ങളാണ്. ഫമൻ ഫറള, ആരെങ്കിലും നിർബന്ധമാക്കിയാൽ, ഫീഹിന്ന, അതിൽ, അൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുക എന്നത്, അതായത് ഹജ്ജ് ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ, ഫലാ റഫസ, ലൈംഗിക വീഴ്ച പാടില്ല, വലാ ഫുസൂഖ, ദുർവൃത്തികൾ ഒന്നും തന്നെ പറ്റൂല, വലാ ജിദാൽ, തർക്കിക്കാനും പാടില്ല, ഫിൽ ഹജ്ജ്, ഹജ്ജ് വേളയിൽ. വമാ തഫ്അലു, നിങ്ങൾ ചെയ്യുന്നത്, മിൻ ഖൈരിൻ, അത് ഏത് നന്മയാണെങ്കിലും, യഅലമുഹുല്ലാഹ്, അല്ലാഹു അത് അറിയും. വതസവ്വദൂ, നിങ്ങൾ പാഥേയം ഒരുക്കുക. ഫഇന്ന, നിശ്ചയമായും, ഖൈറസ്സാദ്, ഏറ്റവും നല്ല പാഥേയം എന്ന് പറയുന്നത്, അത്തഖ്വ, തഖ്വയാകുന്നു. വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, യാ ഉലുൽ അൽബാബ്, അല്ലയോ ബുദ്ധിയുള്ളവരെ. നമുക്ക് സന്തോഷായില്ലേ? ബുദ്ധിയുള്ളവരെ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ലൈസ അലൈക്കും, ലൈസ ഇല്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, ജുനാഹുൻ, കുറ്റമില്ല, അൻ തബ്തഗൂ, നിങ്ങൾ തേടുന്നതിൽ, ഫൗലൻ, അനുഗ്രഹം, മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്കലിൽ നിന്നുള്ള അനുഗ്രഹം തേടുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. ഫഇദാ അഫൽതും, നിങ്ങൾ മടങ്ങിക്കഴിഞ്ഞാൽ, മിൻ അറഫാത്ത്, അറഫയിൽ നിന്ന്, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക. ഇൻദൽ മശ്അരിൽ ഹറാം, എന്താണ് മശ്അരിൽ ഹറാമിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മുസ്തലിഫയിൽ. വദ്കുറുഹു, നിങ്ങൾ അവനെ സ്മരിക്കുക. കമാ ഹദാകും, നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതുപോലെ. വഇൻ കുൻതും, നിങ്ങളായിരുന്നെങ്കിലും, മിൻ ഖബ്ലിഹി, അതിനു മുമ്പ്, ലമിനൽ ളാലീൻ, വഴി പിഴച്ചവരായിരുന്നെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ച് നിങ്ങളെ ഹിദായത്തിലാക്കിയതിന്റെ രീതി.
സുമ്മ അഫീലു, സുമ്മ പിന്നെ അഫീലു നിങ്ങൾ പിരിഞ്ഞു പോവുക, മിൻ ഹൈസു അഫാലന്നാസ് ജനങ്ങൾ പിരിഞ്ഞു പോണടുത്തുനിന്ന്. വസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ പൊറുക്കുന്നവനാണ്, റഹീമുൻ ദയാപരനാണ്. ഇത്രയുമാണ് അതിന്റെ വാക്കർ. അപ്പൊ എന്താണ് ഇനി പറയുന്നത് നോക്കാം. ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കി ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ പറയുന്നതില് ഹജ്ജ് ഫർളാണ്, ഉംറയും ഫർളാണ് എന്ന് മനസ്സിലാക്കിയ, അങ്ങനെ അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളുണ്ട്. ഹജ്ജും ഉംറയും ഒക്കെ ഫർള് തന്നെയാണ്. ഹജ്ജും ഫർളാണ്, ഉംറയും ഫർളാണ്. എന്നാൽ ഹജ്ജ് ഫർളാണ്, ഉംറ ചെറിയ ഹജ്ജാണ്, അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയവരും ഉണ്ട്. ഏതായാലും ഹജ്ജിന് പോകുമ്പോൾ ഉംറയും നിർവഹിക്കുക എന്നത് സ്വീകാര്യമായ സർവാംഗീകൃതമായ ഒരു കാര്യമാണ്. അപ്പൊ അത് രണ്ടും വീടുകയും ചെയ്യും. പക്ഷെ പ്രത്യേകം എടുത്തു പറയാണ് വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി എന്നാണ്. അതായത് നിങ്ങൾ എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ഹാജിയാണെന്ന് പറയാൻ വേണ്ടി ആവാൻ പാടില്ല. പിന്നെ ഞങ്ങളെ ഗോത്രത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഹജ്ജിന് പോയി എന്ന് പറയാനാവാൻ പാടില്ല. നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഹജ്ജ് ചെയ്തോലാണ് എന്ന് പറയാൻ വേണ്ടി ആവാൻ പാടില്ല. ഒന്നും പറ്റൂല. ലില്ല എന്നത് വളരെ പ്രധാനമാണ്. അതെല്ലാ അമലുകൾക്കും ഉണ്ട്. ഇവിടെ പ്രത്യേകം എടുത്തു പറയാണ് എല്ലാ അമലുകൾക്കും നീയത്തുണ്ട്. നീയത്തില്ലാത്ത ഒരു അമലും ശരിയാവില്ല. പക്ഷെ ഹജ്ജിന്റെയും ഉംറയുടെയും നീയത്ത് ചൊല്ലല് സുന്നത്താണ്. മനസ്സിലായില്ലേ? ചൊല്ലല് സുന്നത്താണ്. അപ്പോ നീയത്ത് മനസ്സിലുണ്ടാകുന്നതിന്റെ കൂടെ ചൊല്ലുക എന്ന് പറയുന്നതും കൂടി ഹജ്ജിന്റെ ഉംറന്റെ നീയത്തിലുണ്ട് എന്നർത്ഥം. അപ്പൊ അതുപോലെ ഹജ്ജിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം ഒരു പ്രത്യേകമായ ഒരു സംഗതിയാണത് എന്നതാണ്. അപ്പൊ നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കി ചെയ്യുക, ഇതൊരു കൽപ്പനയാണ്. അപ്പോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമായ കാര്യമാണ്, ഫർളായ കാര്യമാണ്. പിന്നെ കഴിവുള്ളവർക്കല്ലേ നിർബന്ധമുള്ളൂ? അതെ. പക്ഷെ ഏത് അമലും കഴിവുള്ളവർക്കേ നിർബന്ധമുള്ളൂ. കഴിവ് എന്താന്നുള്ളതാണ് വ്യത്യാസം. നിസ്കാരത്തിന്റെ കഴിവ് ബുദ്ധിയാണ്. സ്ഥിരബുദ്ധി ഉണ്ടാവുക എന്നത് മാത്രമാണ്. അതുണ്ടെങ്കിൽ തന്നെ നിസ്കാരം നിർബന്ധമാവും. ബുദ്ധി മറഞ്ഞു പോവുക, ഉറങ്ങിപ്പോവുക, ഭ്രാന്തായി പോവുക, ഇങ്ങനെയുള്ള ഉൾക്കാർക്ക് എന്തില്ല? നിസ്കാരമില്ല. അല്ലാതെ ഏതൊരു മുഅ്മിനിനും ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾക്ക് കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, ഒന്നും അനങ്ങാതെ ആണെങ്കിൽ പോലും അയാൾക്ക് നിസ്കാരം നിർബന്ധമാണ്. അതേ സമയത്ത് സക്കാത്ത് പൈസ ഉള്ളവനാണ് നിർബന്ധം. അപ്പൊ അവിടുത്തെ കഴിവ് എന്താണ്? സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. നോമ്പ് ആരോഗ്യമുള്ള ആൾക്കാർക്കാണ് അത് നിർബന്ധമാവുക. അപ്പൊ അവർക്ക് അവിടുത്തെ കഴിവ് എന്താണ്? ആരോഗ്യം എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു അമലും അള്ളാഹു നിർബന്ധാക്കുന്നത് കഴിവുള്ളവർക്കാണ്. ഹജ്ജ് ആകുമ്പോ 3 കാര്യങ്ങൾ അവരുടെ കഴിവ് എന്ന നിലക്ക് വരും. 1 ആരോഗ്യം, 2 സമ്പത്ത്, 3 യാത്രാ സൗകര്യം. ഈ 3 കാര്യങ്ങളും ആണ് ഹജ്ജിന്റെ കഴിവ് എന്ന് പറയുന്നത്. അതിന് പണ്ടുള്ളവർ പറയാം തടിയാലും മുതലാലും വഴിയാലും എന്ന് പറയും. തടിയുണ്ട്, ആരോഗ്യം വേണം, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ എന്താണ്, മുതൽ വേണം, സമ്പത്ത് വേണം. മറ്റൊന്ന് വഴി ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ നമ്മളെ പഴയ കാലത്ത് വഴി ക്ലിയർ ആവാന്നാൽ വഴിയിൽ കൊള്ളക്കാരോ സംഗതികളോ ഒന്നും കൊണ്ട് തടയപ്പെടരുത്, അങ്ങനെയൊക്കെ. അതേസമയം ഇപ്പോഴത്തെ കാലത്ത് വിസ, പാസ്പോർട്ട്, ടിക്കറ്റ് തുടങ്ങിയിട്ടുള്ള പ്രൊസീജിയറുകളാണ് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുക. ഇങ്ങനെ 3 കാര്യങ്ങൾ ആണ് ഹജ്ജിന്റെ കഴിവ്. ഇത് ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാതിരുന്നാൽ വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, കാഫറായാൽ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് മറ്റൊരു സ്ഥലത്ത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള സംഗതിയാണെന്ന് അർത്ഥം. ഇതിന് പകരം വേറൊന്നുമില്ല. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഇനി നിങ്ങൾ അങ്ങനെ ഹജ്ജ് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ തടയപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് പോവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് പിന്മാറേണ്ടത് ബലിയർത്തുകൊണ്ടാണ്.
അപ്പൊ അതിനെക്കുറിച്ചും വിശദാംശങ്ങളിൽ മുഫസ്സിറുകൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് അത് എന്നുള്ളതിനെ സംബന്ധിച്ച്. കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ബലിമൃഗം അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ബലിമൃഗം എത്തും വരെ നിങ്ങൾ തലപടിക്കരുത്. എവിടെ എന്താ ഈ എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാന്നുള്ളതാണെന്ന് പറയുന്നു. അതേ സമയത്ത് നിങ്ങൾ പോണില്ലെങ്കിലും നിങ്ങൾ പണ്ടൊക്കെ ബലിമൃഗത്തെ കൊണ്ടുപോവുക ചെയ്യാം. ഇന്നിപ്പോ അവിടെ കൗണ്ടറിൽ ക്യാഷ് അടിച്ചാൽ അവിടെ നല്ല കാര്യങ്ങൾ നടന്നോളൂ. അപ്പൊ നമ്മളെ പുതിയ കാലത്തൊരു സൗകര്യമാണ്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ബലിമൃഗത്തെ ഓരോരുത്തരും കൊണ്ടുപോവുകയാണ് ചെയ്യാം. അവിടുന്ന് വാങ്ങുകയും ചെയ്യാം, പക്ഷെ വാങ്ങാനൊന്നും അങ്ങനെ കിട്ടൂല. അപ്പോ കൊണ്ടുപോവുക ചെയ്യാം. അപ്പൊ ഈ കൊണ്ടുപോകുമ്പോ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ തടയപ്പെട്ടാലും നിങ്ങൾ ബാക്കി പോണ ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യാ, ഈ ബലിമൃഗത്തെയും പറഞ്ഞേക്കുക. അങ്ങനെ അവരവിടെ എത്തിയാൽ എന്ന് പറഞ്ഞാൽ യൗമുൻ നഹർ ആകുമല്ലോ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ തുടരണം, ഇഹ്റാമിൽ തുടരണം. കാരണം നിങ്ങൾ പോവാൻ പുറപ്പെട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ബലിമൃഗം അതിന്റെ സ്ഥലത്തെത്തി അങ്ങനെ യൗമുൻ നഹർ ആയി കഴിഞ്ഞാലാണ് നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. എന്തായാലും നമ്മളുടെ ഒരു കാലത്ത് ഇതങ്ങനെ അങ്ങനെ ബേജാറായി ഇതാക്കേണ്ട ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമ്മളെന്തായാലും ബലി അറക്കുക എന്നതാണ്. ഇനി ബലി അറക്കാൻ സാധിക്കാതെ വന്നാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്, എന്താണ്, നോമ്പെടുക്കുക എന്ന് പറയുന്നത്. അപ്പോ ഫമൻ തമത്ത എന്ന് പറയുന്നുണ്ട്. 3 രീതിയിലാണ് ഹജ്ജ് ഉള്ളത്. അതും ഹജ്ജിന്റെ ഒരു പ്രത്യേകത കേട്ടോ. 3 രീതിയിൽ നിസ്കാരം അങ്ങനല്ലല്ലോ. നിസ്കാരം നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന്, ഇരിക്കാൻ കഴിയാത്തവർക്ക് കിടന്ന് എന്നത് ഒരേ നിസ്കാരത്തിന്റെ തന്നെ ഇളവുകളാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നിസ്കാരത്തിലില്ല. ഹജ്ജിൽ അങ്ങനെ ഉണ്ട്, നോമ്പിൽ അങ്ങനെ ഇല്ല, സക്കാത്തിൽ അങ്ങനെ ഇല്ല. അപ്പോ ഹജ്ജിൽ അങ്ങനെ ഉണ്ട്. ഈ 3 രീതികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 3 രീതിയിൽ ഏത് രീതിയിൽ ചെയ്താലും ഹജ്ജാവും. ഏതൊക്കെയാണ് 3 രീതികൾ ഒന്ന് പറയൂ. ഒരു പേരായിട്ട് പറഞ്ഞു നോക്കി, ആർക്കെങ്കിലും അറിയോ നോക്ക്. പേര് പറയും. ഹജ്ജിന്റെ, നിങ്ങൾ ഹജ്ജ് ചെയ്യാത്തവരോടാ ഞാൻ നേരത്തെ കൈവന്തിക്കാൻ പറഞ്ഞത്, ഹജ്ജ് ചെയ്തവരോട് പറഞ്ഞില്ല. 3 കാര്യം 3 രീതിയിലാണ്. എന്നാ നിങ്ങൾ പഠിച്ചോളി. ഒന്ന് ഇഫ്രാദ്, മറ്റൊന്ന് ഖിറാൻ, മറ്റൊന്ന് തമത്തു. കേട്ടാൽ പഠിക്കണേക്കാട്ടും പറഞ്ഞാൽ പഠിക്കും. 1 ഇഫ്രാദ്, 2 ഖിറാൻ, 3 തമത്തു. ഖിറാൻ അപ്പോ 1 ഇഫ്രാദ്, 1 ഖിറാൻ, 1 തമത്തു. അതിന്റെ ഭാഷാർത്ഥം മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും തിരിയില്ല. അത് 3 ഐറ്റാണ്, 3 സംഗതികളാണ്. ആ 3 കാര്യങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇഫ്രാദ് എന്ന് പറഞ്ഞാല് ഒരാള് മീഖാത്തിൽ വെച്ച് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാം, ഹജ്ജിന് വേണ്ടി മാത്രം. അങ്ങനെ പോയിട്ട് ഹജ്ജ് നിർവഹിക്കുക. അപ്പൊ അയാൾ ഇഹ്റാം ചെയ്തിട്ട്, എപ്പോൾ ഇഹ്റാം ചെയ്താലും അയാൾ ഇഹ്റാം ചെയ്തിട്ട് അവിടെ പോയിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യണം, ഹജ്ജിന്റെ ദിവസം വരെ കാത്തുനിന്ന് ആ ഇഹ്റാം ഡ്രസ്സിൽ തന്നെ കാത്തുനിന്ന് അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുന്നതിനാണ് ഇഫ്രാദ് എന്ന് പറയുന്നത്. പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ഉംറക്ക് വേറെ മീഖാത്തിൽ പോയിട്ട് ഇഹ്റാം ചെയ്ത് വരികയൊക്കെ ചെയ്യാം. ഖിറാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഹജ്ജും ഉംറയും കൂടി ഒന്നിച്ച് നിർവഹിക്കുക. ഒന്നിച്ച് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറയും പിന്നെ ഹജ്ജും, അങ്ങനല്ല. ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്യലാണ്, മിക്സ് ചെയ്യാൻ. അപ്പൊ ഈ സഴി തന്നെയാണ് ഹജ്ജിന്റെ സഴി, വേറെ സഴി ഇല്ല. എങ്ങനെ ഉള്ളൊരു മിക്സ് ചെയ്തിട്ട്. 3ാമത്തെ രീതിയാണ് തമത്തു. ഇവിടുന്നൊക്കെ പോണ ഒരു തമത്തുവായ ഹജ്ജാണ് ചെയ്യുക സാധാരണ നില. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോകുമ്പോ ഈ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് അവിടെ പോയിട്ട് ഉംറ നിർവഹിക്കും. എന്നിട്ട് തഹല്ലുലാവും, മുടി മുറിച്ച് അല്ലെ മുടി വടിച്ച് തഹല്ലുലായി. പുരുഷന്മാരൊക്കെ സാധാരണ വസ്ത്രം ധരിച്ച് ഇഹ്റാം ഡ്രസ് ഒന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ അവിടുത്തുകാരെ പോലെ ഇങ്ങനെ കഴിയാം. അങ്ങനെ കഴിഞ്ഞ് ഹജ്ജിന്റെ സമയമാകുമ്പോ ദുൽഹജ്ജ് 8-ാം തീയതി എന്ത് ചെയ്യുക, താമസ സ്ഥലത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക, എന്നിട്ട് ഹജ്ജ് നിർവഹിക്കുക. ഇതിനാണ് തമത്തു എന്ന് പറയുക.
മനസ്സിലാകുന്നുണ്ടോ? ഫമൻ തമത്ത, അങ്ങനെ തമത്വമായിട്ടാണ് ആരെങ്കിലും ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അവരും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് ഒരു ബലി അതിന് നിർവഹിക്കണം. അത് പ്രായശ്ചിത്തല്ല. പ്രായശ്ചിത്തത്തിന് ഫിദിയ എന്നാണ് പറയാ, ഇവിടെ ഹദി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇതിൽ പെട്ടതാണ്. ഇങ്ങനെയും ചെയ്യാം. നമ്മളൊക്കെ പോകുമ്പോ അതാണ് സ്വീകരിക്കുന്ന രീതി, അതാണ് സൗകര്യവും, അതാണ് എളുപ്പവും. നമുക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ദുൽഖാദ് മാസത്തിൽ പോവും, കുറച്ച് നേരത്തെ പോവും. അങ്ങനെ പോയിട്ട് ഇഫ്രാദാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോണ അന്ന് മുതൽ തന്നെ ഇഹ്റാമിൽ കഴിയണം. എത്ര ദിവസം കഴിയണം? ഒരു മാസമൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഒരു മാസം ഇങ്ങനെ ഇഹ്റാമിൽ കഴിയണം. അപ്പൊ അതേ സമയത്ത് ഇത് വളരെ സൗകര്യമാണ്. വേഗം പോകുന്നു, ഇഹ്റാമിൽ പ്രവേശിച്ചു, മീഖാത്തിൽ വെച്ച് ഉംറ നിർവഹിച്ചു, തഹല്ലുലായി. പിന്നെ നമ്മൾ സിവിൽ ഡ്രസ്സ്, സാധാരണ ഡ്രസ്സിൽ സാധാരണ പോലെ ജീവിക്കുന്ന ആസ്വാദനങ്ങളൊക്കെ ആവാം, അങ്ങനെ ജീവിക്കും. പിന്നെ ഹജ്ജിന്റെ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് ഇഹ്റാമിൽ, അതിന് വേറെ മീഖാത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, അവിടെ വെച്ച് തന്നെ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ. ഇങ്ങനെ 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന് ഇഫ്രാദ്, മറ്റൊന്ന് ഖിറാന്, മറ്റൊന്ന് തമത്തു. ഈ 3 രീതിയിലാണ് ഹജ്ജിന്റെ ഇഹ്റാമുകൾ ഉള്ളത്. ഓക്കെ. അപ്പൊ അവിടെ ബലിക്ക് കഴിയാതെ വന്നാൽ ചെയ്യേണ്ടതാണ് ഈ നോമ്പിന്റെ കാര്യം. അത് ഹജ്ജിന്റെ സമയത്ത് അവിടെ വെച്ച് 3 നോമ്പ് എടുക്കണം. അതിനെ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ എന്ത് ചെയ്യാ, 7 എണ്ണം നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 7 എണ്ണം നോക്കണം. അൽ ഹജ്ജു അഷ്ഹറും മഅലൂമാത്ത്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളിലാണ്. എന്ന് പറഞ്ഞാല് ഹജ്ജ് മാസങ്ങളൊക്കെ അറിയപ്പെടുന്ന മാസം. പുതിയതായിട്ട് ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാം പണ്ടുണ്ട്, ആദ നബിന്റെ മുതൽ തന്നെ ഇസ്ലാം ഉണ്ട്. പക്ഷെ ഈ മുഹമ്മദിയ ശരീഅത്ത് ഉണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ശരീഅത്തിൽ പുതിയ ചില മാസങ്ങളെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹജ്ജിന് വേണ്ടിയിട്ട് പിന്നെ പൂർവികരായ ആൾക്കാരൊക്കെ ഇന്ന മാസത്തായിരുന്നു, നിങ്ങൾ ഈ മാസം, അങ്ങനില്ല. ഇപ്പൊ ജുമ അങ്ങനെ മാറ്റിയില്ലേ? ജുമ നമ്മളിപ്പോ സാബത്ത് നാളിലായിരുന്നു, അവരൊക്കെ നമ്മളത് എന്താക്കി, വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഇങ്ങനെ മാറ്റുന്നില്ല. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളുണ്ട്, ആ മാസങ്ങളിലാണ്. ഏതാണ് ഹജ്ജ് മാസങ്ങൾ? പറയും. പിന്നെ സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ, എല്ലാ അറബി മാസത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. എന്നാ പഠിച്ചോ. ഹജ്ജ് മാസങ്ങൾ എന്ന് പറഞ്ഞാല് 3 എണ്ണാണ്: ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ്. അതിനാണ് ഹജ്ജ് മാസങ്ങൾ എന്ന് പറയാം. അതെന്താ കാര്യം ചോദിച്ചാൽ, ഹജ്ജ് ചെയ്യുന്ന മാസങ്ങൾ എന്നല്ല അതിന്റെ അർത്ഥം. അതാകെ ഒരു മാസമേ ഉള്ളൂ. ആ മാസത്തിൽ തന്നെ എല്ലാ ദിവസവും ഇല്ല. ഹജ്ജ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് 9-നല്ലേ? അതാണല്ലോ അറഫ. അതിന്റെ തലേന്ന് മിന, അതിന്റെ പിറ്റേന്ന് യൗമുൻ നഹർ. എത്രയേ ഉള്ളൂ. പിന്നെ 3 ദിവസം ഇത്. അത് ദുൽഹജ്ജില് 13ഓട് കൂടിയിട്ട് എല്ലാം കഴിഞ്ഞ്. ദുൽഹജ്ജ് മാസം മുഴുവൻ ഹജ്ജൊന്നുമില്ല. പക്ഷേ ദുൽഖഅദിലുണ്ടോ ഹജ്ജ്? ഇല്ല. അതേ സമയത്ത് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് ഈ ഷവ്വാലും ദുൽഖഅദും ദുൽഹജ്ജും എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാള് റമദാൻ മാസത്തില് ഇഹ്റാമിൽ ഞാൻ ഹജ്ജിന് ഇഹ്റാം കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ അതിനു വേണ്ടിയിട്ടുള്ള മാസങ്ങളെയാണ് ഹജ്ജ് മാസങ്ങൾ എന്ന് മൊത്തത്തിൽ പറയാം. അഷ്ഹറുൻ മഅലൂമാത്ത് എന്ന് പറയുന്നു. ഷഹർ എന്ന് പറഞ്ഞാൽ ഒരു മാസം, അഷ്ഹർ എന്ന് പറഞ്ഞാൽ മാസങ്ങൾ എന്നാണ്. അപ്പൊ ദുൽഹജ്ജ് എന്നതിന് മാത്രാണ് എന്ത് പറയാ, ഷഹറുൽ ഹജ്ജ്, ദുൽ ഹജ്ജ് അല്ലെ, ദുൽഹിജ്ജ, ഹജ്ജ് ഉള്ളത് എന്ന് അതിന്റെ അർത്ഥം. അതൊക്കെ. അതേ സമയത്ത് ഹജ്ജ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് 3 അപ്പൊ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാം. അപ്പോൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കൽ അനുവദിക്കപ്പെട്ടത് 3 മാസങ്ങളാണ്. അല്ലെങ്കിൽ ഷവ്വാലിൽ, അല്ലെങ്കിൽ ദുൽഖഅദ്, അല്ലെങ്കിൽ ദുൽഹജ്ജ്. അല്ലാത്ത ഏതെങ്കിലും ഒരു മാസത്തിൽ ഇഹ്റാം ചെയ്തിട്ടെന്തില്ല, നമുക്ക് വേണം ഒരു കൊല്ലം മുമ്പ് എവിടുന്ന് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ പോയിട്ട് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ഹജ്ജ് മാസങ്ങളിലായിരിക്കണം. എന്നാലാണ് ഹജ്ജിലേക്ക് അത് ബന്ധിപ്പിക്കുകയുള്ളൂ. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാസം ഏതാണെന്ന് ചോദിച്ചാൽ പവിത്ര മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഏത്?
ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഇത്രയും മാസങ്ങൾ, 4 മാസങ്ങൾ. ആ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് അഷ്ഹറും മാലൂമാത്ത് എന്ന് പറയുന്നത് ഈ മൂന്നിൽ തന്നെ ദുൽഹജ്ജ് മുഴുവൻ പെടൂല്ലല്ലോ, ഹജ്ജ് വരെയുള്ള. അപ്പോ ഇത് അറിയപ്പെട്ടതാണ്, പണ്ടേ ഉള്ളതാണ്, ഇബ്രാഹിം നബിയുടെ കാലം മുതലുള്ളതാണ്. നമ്മളതിൽ പുതിയതായി മാസമോ ദിവസമോ ഒന്നും നിശ്ചയിക്കുന്നില്ല, പണ്ടേ ഉള്ള മാസങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാം? പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാല് നല്ലതുകളെ നിലനിർത്തുകയാണ് ചെയ്തത്, എല്ലാം അവസാനിപ്പിച്ചിട്ടില്ല. നല്ലതിനെ നിലനിർത്തുകയാണ് ചെയ്തത്, നന്മകളെ നിലനിർത്തുകയാണ് ചെയ്തത്. ഇപ്പൊ തവാഫ് പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. സഅയ് പണ്ടുണ്ട്, പിന്നെയുണ്ട്, അല്ലേ? ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതേ സമയത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവര് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക എന്ന് പറഞ്ഞിട്ട് നീ ഉദ്ദേശിച്ച പങ്കാളികൾ ഒഴികെ എന്നൊരു വാക്ക് അതിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു. അള്ളാഹുവിന് പങ്കാളികളില്ല, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്നൊരു വാക്ക് പോലും പറഞ്ഞിരുന്നു. പോലെ തൽബിയത്തില്, തൽബിയത്തില് മുശ്രിക്കുകളുടെ തൽബിയത്തില് അള്ളാഹുവിന് പങ്കാളികളില്ല, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്നൊരു വാക്ക് പോലും കൂട്ടിച്ചേർത്ത് അതിനെ വെട്ടിയിട്ട് എന്താക്കി? ലാ ശരീക ലക്, ഒരു പങ്കാളിയും ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രശ്നം വരുന്നില്ല, അള്ളാഹു പങ്കാളികൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അപ്പൊ നല്ലതുകളെ നിലനിർത്തുകയും അതിൽ വന്നു ചേർന്ന ചീത്തയെ ഒഴിവാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സഅയ് നിലനിർത്തി. അതേസമയത്ത് സഫന്റെയും മർവന്റെയും മുകളിൽ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ഒഴിവാക്കി. ഈ ഒരു രീതിയാണ് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പൊ നമ്മളെ നാട്ടിലും തന്നെയുള്ള നല്ല കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? സഹകരിക്കാം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇത് നമ്മളുടെ ഒരു നിലപാടിന്റെ പേരാണ്. നിങ്ങൾ വരൂ തആവനു അലൽ ബിർരി വത്തഖ്വ, നമുക്ക് എന്ത് ചെയ്യാം? നന്മയിൽ, പുണ്യത്തിലും തഖ്വയിലും ഒക്കെ നമുക്ക് സഹകരിക്കാം. ആരുമായിട്ടും സഹകരിക്കാം, നല്ല കാര്യങ്ങളിൽ ആരുമായിട്ടും സഹകരിക്കാം. വലാ തആവനു, നിങ്ങൾ എന്ത് ചെയ്യരുത്? സഹകരിക്കരുത് അൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം സഹകരിക്കാൻ പാടില്ല. അത് സ്വന്തക്കാരുമായിട്ടും സഹകരിക്കാൻ പാടില്ല. കള്ളത്തരം നടത്താനോ അനീതി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന സമുദായത്തിനകത്തും പാടില്ല. നന്മയിൽ സമുദായം ഒന്നും നോക്കാതെ തന്നെ ആരുമായിട്ടും സഹകരിക്കണം. ഇത് നമ്മളുടെ ഒരു പൊതു തത്വമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ശരി, ഇനി ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ്, ആരെങ്കിലും ഹജ്ജിന് തീരുമാനിച്ചാല് ഫലാ റഫസ. റഫസ എന്ന് പറഞ്ഞാല് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല, അതിലേക്ക് നയിക്കുന്നതായ ശൃംഗാരം, സല്ലാപം എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊന്നും പാടില്ല. അതൊന്നും ഇണകളുമായിട്ടല്ലാതെ അല്ലാത്തപ്പോഴും പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, സൗജൈൻ, ഇണതുണകൾ എന്നാണ് ഖുർആന്റെ ഭാഷ. അപ്പൊ ഇസ്ലാമിന്റെ ഭാഷ അങ്ങനെയാണ്, ഇണതുണകളാണ്, ആണും പെണ്ണും, ഭാര്യയും ഭർത്താവും. അവർ തമ്മിലല്ലാതെ പ്രേമസല്ലാപങ്ങള് മറ്റുള്ളവരുമായിട്ട് ഹജ്ജിന്റെ സമയത്ത് എന്നല്ല ഒരു കാലത്തും പാടില്ല. പക്ഷേ മാപ്പിളപ്പാട്ടിൽ വരെ അതുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാടുന്നില്ല, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ സല്ലാപങ്ങളും പ്രണയ ആവിഷ്കാരങ്ങളും ഈ പറഞ്ഞ റഫസ് എന്ന് പറയുന്നത് അത്തരം സംഗതികളാണ്. അപ്പൊ ആണും പെണ്ണും തമ്മിലുള്ള അതിരുകവിച്ചലുകളെയാണ് റഫസ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അത് ഇടപഴകലിലും സംസാരത്തിലുണ്ടാവും. സംസാരത്തിൽ ഒക്കെ, സംസാരത്തില്, ആംഗ്യത്തില്, പ്രവർത്തനത്തില്, ചിത്രത്തില്, വീഡിയോയില്, പാട്ടില് ഒക്കെ ഉണ്ടാവും. ആ പാട്ടിന് മാപ്പിളപ്പാട്ട് എന്ന് പേരിട്ടുകൊണ്ട് അത് ഹലാലാവൂല. ഒരു സാധനത്തിന് എന്താണ് പേര് ഇങ്ങനെ ഇട്ടത് കൊണ്ട് മാത്രം അതാവൂല. ഒരു പാട്ട് ചലച്ചിത്രഗാനാണെന്നുള്ളത് കൊണ്ട് ഹറാമാവൂല. ഒരു പാട്ട് പാടിയത് എന്താണ് മുകേഷ്, അല്ലെ, മുകേഷ് നല്ല ഗായകനല്ലേ, അദ്ദേഹം ആയതുകൊണ്ട് അത് തെറ്റാവൂല. ഒരു പാട്ട് മുഹമ്മദ് റാഫി പാടിയത് കൊണ്ട് തെറ്റാവൂല. എന്നാൽ അതേ സമയത്ത് ഒരു പാട്ട് ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു മാപ്പിള പാടിയത് കൊണ്ട് അത് ഹലാലാവുകയില്ല. സംഗതികളെല്ലാം നമ്മൾ അതിന്റെ മെറിറ്റിലാണ് എടുക്കേണ്ടത്.
ഓരോന്നിന്റെയും നന്മതിന്മകളാണ് നോക്കേണ്ടത്. ആരെ ചെയ്ത് നോക്കിയിട്ടല്ല എടുക്കേണ്ടത്. മനസ്സിലായല്ലേ? ജാതി നോക്കി മതം നോക്കിയിട്ടൊന്നല്ല സംഗതി തീരുമാനിക്കേണ്ടത്. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ വേറെ മതത്തിലുള്ളവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ രണ്ട് ജീവിത വീക്ഷണം ഉള്ളവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. രണ്ട് ജീവിത വീക്ഷണം ഉള്ളവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. രണ്ടും നിരീശ്വരവാദികളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓല് രണ്ട് മതക്കാരല്ല. ഇവിടെ പലതും നടക്കുന്ന മിശ്ര വിവാഹങ്ങൾ എന്ന് പറഞ്ഞാല് ശരിക്കും മിശ്രമൊന്നുമില്ല ഇതിനകത്ത്. അതിന് ഓനും നിരീശ്വരവാദിയാണ്, ഓളും നിരീശ്വരവാദിയാണ്. ഓന്റെ പേര് ഗോപാലനാണ്, ഇവന്റെ പേര് പാത്തുമ്മയാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിമോ ഹിന്ദുവോ ഒന്നും ആകുന്നില്ല. രണ്ടാളുടെയും കാഴ്ചപ്പാട് എന്താണ്? നിരീശ്വരവാദമാണ്. അല്ലൊന്നും ഇല്ല എന്നുള്ള വാദം. ഉലമ്മില് കല്യാണം കഴിച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? രണ്ടാളും നിരീശ്വരവാദികളാണ്. അതേ സമയത്ത് മിശ്രമാവണമെങ്കിൽ ഒരാൾ മുസ്ലിം ആവണം, ഒരാൾ വേറെന്തോ ആവണം. അങ്ങനല്ലേ? അങ്ങനെ വിവാഹം കഴിച്ചാൽ ഓൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂല. കാരണം എന്താണ്? ഓക്ക് പറ്റുമെന്ന് ഓന് പറ്റൂല, ഓന് പറ്റുമെന്ന് ഓക്കും പറ്റൂല. എന്നിട്ട് അവിടെ അങ്ങനെ ജീവിക്കണ്ടല്ലോ. അവിടെ അങ്ങനെ ജീവിക്കണത് ഓല് രണ്ടാളും ഒരേ കാഴ്ചപ്പാടാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് അതിലൊരാൾ മുസ്ലിം ആണെന്ന്. അതാ പ്രശ്നം. രണ്ടാൾക്കും ഒരേ ആദർശാണെങ്കിൽ അവർക്കൊന്നും ജീവിക്കാം. അതിൽ മിശ്രമാണെങ്കിൽ കല്യാണം നടക്കൂല. അതുകൊണ്ടാണ് അവിടെ മതം നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് അങ്ങനെ അല്ലാത്ത വിഷയങ്ങളിൽ, ഭക്ഷണം കൊടുക്കുന്നിടത്ത്, നന്മ ചെയ്യുന്നിടത്ത് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വേർതിരിവുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ശരി. അപ്പൊ അതുകൊണ്ട് ഈ റഫസ് എന്ന് പറയുന്നത് ഹജ്ജിന്റെ സമയത്തോ അല്ലാത്തപ്പോഴും ഒന്നും പാടില്ല. ആരുമായിട്ട്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ പ്രേമവും സല്ലാപവും പ്രണയവും ശാരീരിക ബന്ധവും ഒക്കെ പുണ്യം കിട്ടുന്ന സുന്നത്താണ്. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഒരാള് പിന്നെ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഞങ്ങൾ ഭാര്യമാരെ പ്രാപിക്കുന്നതിന് പോലും പുണ്യോ? ഒരു അത്ഭുതമുള്ള കാര്യമാണല്ലോ എന്ന്. അപ്പൊ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അനുവദനീയമല്ലാത്ത മാർഗത്തിൽ ആണെങ്കിൽ അതിന് ശിക്ഷ ഇല്ലേ? ഉണ്ട്, ശിക്ഷ ഉണ്ട്. എന്നാ അനുവദനീയമാണെങ്കിൽ അതിന് പുണ്യമുണ്ട് എന്നാണ്. അപ്പോ പിന്നെ സംഗതികൾ മനസ്സിലാകുന്നില്ല. ഈ മനസ്സിലാകുന്നില്ലേ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവാത്തോലായിട്ടല്ല. ഇതെന്താണ് ഇപ്പൊ ഈ നമ്മളെന്താ 2ാം ക്ലാസ്സിലെ കുട്ടികളാ, ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇങ്ങനെ മനസ്സിലാവും എന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്നാ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ കോലം മാറ്റി പറയാനാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിലാണോ ഞാൻ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാവണില്ലേ ചോദിച്ചാൽ അതിന്റെ അർത്ഥം. അത് നിങ്ങളെ കുഴപ്പം അല്ല, ഞാൻ ശരിയാക്കേണ്ടിയുണ്ടോന്നാ ചോദിക്കണത്. നിങ്ങൾ അതേന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് നിർത്തും. ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ കോലത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവണ്ടേ, ഇയാളെന്താ, ഞങ്ങളെന്താ കുട്ടികളാ, ഞങ്ങളൊക്കെ വല്യാപ്പാരും വലിയ വലിയ ആൾക്കാരായിട്ട് ഞങ്ങളോട് എന്താ ഇയാൾ ഇങ്ങനെ മനസ്സിലാവണേ, അങ്ങനെ വിചാരിച്ചു പോയത് കേട്ടോ. നിങ്ങളല്ല. ഏ ഏ അല്ല, എന്നാലും ഉണ്ടല്ലോ, ഓരോ ആൾക്കാരാണല്ലോ. ശരി. അപ്പൊ അതുകൊണ്ട് പിന്നെ റഫസ് എന്ന് പറയുന്നത് അതിര് കവിച്ചില്ല. ഇത് പിന്നെ ഹജ്ജിന്റെ സമയത്ത് അല്ലാണ്ടും പാടില്ല. ഹജ്ജിന് ഏതായാലും വളരെ കർശനമായി അത് നിരോധിച്ചിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ വരുന്നത് ആരൊക്കെയോ ആണ്. അപ്പൊ അവിടെ തവാഫിന്റെ സമയത്തും സഅയിന്റെ സമയത്തും ഒക്കെ വേർതിരിച്ചിട്ട് ആണുങ്ങൾക്ക് വേറെ തവാഫ്, പെണ്ണുങ്ങൾക്ക് വേറെ തവാഫ്, ഇങ്ങനൊന്നും ഇല്ലല്ലോ. ഇല്ല. മദീനത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേക വാതിലും പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. അതേപോലെ മക്കത്ത് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയൂല, കാരണം തവാഫല്ലേ. അപ്പൊ എല്ലാരും ചെയ്യണം. പിന്നെ വേണമെങ്കിൽ 2 നില ഉണ്ടാക്കി താഴെ നിലയിൽ ആണുങ്ങൾ തവാഫ്, മേലെ നില അങ്ങനെയൊക്കെ വേണം ആക്കാം. പക്ഷെ അങ്ങനൊന്നും ഇസ്ലാമിലില്ല. എല്ലാവരും ഒന്നിച്ച് തന്നെയാണ്. അപ്പൊ ഒന്നിച്ച് ഇടകലരാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സ്ഥലമാണ് തവാഫ് ചെയ്യുന്നിടം. അപ്പൊ അവിടെ നിങ്ങൾ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചേ തീരൂ. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ പാലിക്കപ്പെടുന്ന ഒരു സ്ഥലമാണത്. അവിടെ ഒരു വേണ്ടാത്തൊരു തോണ്ടലോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടൊരു വൃത്തികെട്ട സംഗതി ഒന്നും അവിടെ നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സംഗതി ഇല്ല. നമ്മൾ പഞ്ചായത്തിന്റെ അടുത്തും ബസ് കയറിയാൽ തന്നെ മാനാഞ്ചർ എത്തുമ്പോഴേക്ക് എന്തെല്ലാമോ ആവും പല സംഗതികളും. പക്ഷെ അവിടെ എന്തില്ല, അങ്ങനൊന്നുമില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാവലും ഒരു സൂക്ഷ്മതയും ഒക്കെ തന്നെയാണ്. എന്തായാലും ഫലാ റഫസ്, നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. വലാ ഫുസൂഖ്, ഇനി ഉള്ളത് എന്താണ്? അധാർമികതയാണ്, ദുർവൃത്തികളാണ്. അതേതായാലും പാടില്ല, ഒരിക്കലും പാടില്ല. ഹജ്ജിലും പാടില്ല, അല്ലാത്തപ്പം പാടില്ല, സാധാരണ ജീവിതത്തിലൊന്നും പാടില്ലാത്തൊരു കാര്യമാണ്
ദുർവൃത്തികൾ എന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണല്ലോ. എന്തെങ്കിലും ഒരു അരുതായ്മ സംഭവിച്ചു പോകരുത് എന്ന നിലക്കാണ്. വലാജിദാൽ, പക്ഷെ ഇവിടെ പല ആചാര്യന്മാരും തോറ്റു, തർക്കിക്കരുത് എന്നാണ്. വലാജിദാൽ, തർക്കം പാടില്ല. പക്ഷെ അവിടെ വെച്ചിട്ടാണ് പലരുടെയും ഇഹ്റാമ് പൊളിഞ്ഞു പോവുക. കാരണം എന്താണ്? തർക്കിക്കും. പ്രത്യേകിച്ച് പണ്ട് ഹജ്ജിന് പോയി രണ്ടാമത്തെ മൂന്നാമത്തെ ഹജ്ജിനൊക്കെ വരുന്ന ആള് ആദ്യമായിട്ട് ഹജ്ജിന് വരുന്നതിന് മുമ്പിൽ ഒരു റാഗിങ് മൂഡിലേക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ കണ്ടത് ഞാനിതൊക്കെ കണ്ടതാണ്. ഞാൻ അന്ന് 67 ഞാൻ വരുന്ന സമയത്ത് എന്നും പറഞ്ഞിട്ട് ഇയാളിങ്ങ് തുടങ്ങിയാല് മറ്റോൻ എന്താ 60 ഓൻ ആദ്യമായിട്ട് വരികയാണ്, ഏതാണ് കഅബ എന്നാണ് ആദ്യമായിട്ട് കാണാൻ. അപ്പൊ ഇയാൾക്കാണ് ഞാനിങ്ങനെ വന്ന് അന്ന് ഞങ്ങൾ ഇവിടെ കൂടി അന്നത്തെ ഹോട്ടൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ തർക്കിക്കാൻ തുടങ്ങും. അപ്പോ ഞാൻ ഹാജിമാരോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളോട് ഇപ്പൊ രാവിലെ അല്ല അതിപ്പോ രാത്രി 9 മണിയാണെന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു പ്രാവശ്യം പറയാ ഇത് രാവിലെ 9 മണിയാണ്. എന്നിട്ടും അയാള് രാത്രി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ വെച്ചാൽ മതി, അയാൾക്ക് രാത്രി ആയിക്കോട്ടെ, നമുക്ക് എന്താ ഇപ്പൊ ഉണ്ടല്ലോ. തർക്കിക്കാൻ പോകണ്ട. അല്ല തർക്കിച്ചിട്ട് അങ്ങനല്ല, അപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് AM ആണ്, ഇത് രാവിലെയാണ്, എന്തിനാ ഇപ്പൊ ഇതിന് പറയാൻ പോണത്? തെറ്റിപ്പോയതായിരിക്കും വിചാരിച്ചിട്ട് ഒരിക്കൽ പറയാം. എന്നിട്ട് അയാൾ അതിന്റെ മുകളിൽ മലപ്പുറത്തേരെ ഭാഷ പറഞ്ഞ വെച്ചിട്ടാൻ വരികയാണെങ്കിൽ നിർത്തുക. ജിദാല് വേണ്ട. ഈ തർക്കിക്കാത്ത ആളുകൾക്ക് സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കത്തിൽ ബർക്കത്തില്ല. എന്ത് കാര്യത്തിലും തർക്കം. ഇപ്പൊ ദീനി കാര്യത്തിൽ പ്രത്യേകിച്ച് തർക്കിക്കരുത്. തർക്കിച്ചാൽ എന്താ സംഭവിക്കാൻ അറിയുന്നത്? തർക്കിച്ചാൽ പിന്നെ നമ്മൾ ജയിക്കാനാണ് പിന്നെ നമ്മൾക്ക് ആഗ്രഹം. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ മെനക്കെട്ട എനിക്ക് ജയിക്കാനുള്ള ഒരു തോന്നൽ ഇങ്ങനെ, പിന്നെ ഈ ബിലീസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ അടിച്ചിരുത്തണം? അതുകൊണ്ടാണ് ഈ മതപ്രഭാഷണ സംരംഭങ്ങൾ പോലും പലപ്പോഴും സംഘർഷത്തിലേക്ക് വരുന്നത്. ജയിച്ചു, ഞാൻ ജയിച്ചു, മറ്റൊരു തോറ്റു, കണ്ടില്ലേ തോറ്റുപോയില്ലേ എന്നൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ തർക്കത്തിന് മൂഡിലേക്ക് വരുന്നു. തർക്കിക്കരുത്. അതേ സമയത്ത് ഖുർആനിൽ പറയണം ജാദിൽഹും ബില്ലത്തി അഹ്സൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കുക. അപ്പൊ അവിടെ തർക്കം എന്നല്ല പിന്നെ അതിന് പറയാം, അത് സംവാദമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, അവർക്ക് പറയാനുള്ളത് അവർക്ക് പറയാം. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് സഹിഷ്ണുതയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറയാം. അതിലൊരു തർക്കത്തിലേക്ക് വരാൻ പാടില്ല എന്നതാണ്. അപ്പൊ തർക്കിക്കരുത്, ഒരിക്കലും തർക്കിക്കരുത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറയും ഇങ്ങനെ ഉണ്ടല്ലോ ഒരു ആയത്ത്, ആ ആയത്ത് എന്തായാലും തർക്കത്തെ കുറിച്ചിട്ടുള്ളതല്ല, അത് സംവാദത്തെ കുറിച്ചാണ്. ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കുക. അപ്പോ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ എന്ത് ചെയ്യാൻ പാടില്ല? ലൈംഗിക വീഴ്ചയില്ല, ദുർവൃത്തിയില്ല, തർക്കമില്ല. ഇനി നിങ്ങൾ നല്ലത് ചെയ്യുമ്പോ ആ നല്ലതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. അതിപ്പോ ഹജ്ജിലും അല്ലാത്തപ്പോ ഒക്കെ ചിലപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ നല്ലത് എന്തെല്ലാം ചെയ്തു ഇതാരും കണ്ടില്ല, എന്തോ നിന്റെ അടുത്ത് നിന്ന് തകരാറ് പറ്റിപ്പോയപ്പോൾ അതെല്ലാരും കണ്ട്. അങ്ങനെ ബേജാറൊന്നും ആകണ്ട. നിങ്ങൾ ചെയ്ത നല്ലതും കാണേണ്ട ആള് കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങളെ വിമർശിക്കുന്നത്, നിങ്ങളെ എതിർക്കുന്നത്, നിങ്ങൾ ആക്ഷേപിക്കുന്നത് നിങ്ങളെ അടുത്തുനിന്ന് വന്ന ഏതൊരു വീഴ്ചന്റെ പേരിലായിരിക്കും. അപ്പൊ നമുക്ക് ആകെ സങ്കടാവും. ഓ ഞാൻ ഇത്രയും നല്ല ചെയ്തു കൊടുത്തിട്ട് മൂപ്പര അത് കണ്ടില്ലല്ലോ, എന്റെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഒരു ക്ലാസ് വീണ് പൊട്ടിയപ്പോ മൂപ്പര് വല്ലാണ്ട് ചൂട്. ഈ ക്ലാസ് കുറെ ദിവസം ഞാൻ കൈയിട്ടാണ് കമത്തിക്കുന്നത്, ഇതുവരെ അതിനൊന്നും പറ്റിയിട്ടില്ല അല്ലെ. ഇത്രയും ദിവസം പൊട്ടാണ്ട് ഞാൻ കൊണ്ടുവരുന്നത് മൂപ്പര് കണ്ടിയില്ല, അപ്പൊ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയത് വേഗം കണ്ടു എന്നാണ്. പൊട്ടാണ്ട് കൊണ്ടുവരുന്നതും കാണേണ്ട ആളും ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട്. ഹജ്ജിലുള്ള നിങ്ങളുടെ ക്ഷമ, സബർ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന സൂക്ഷ്മതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. അപ്പോ നിങ്ങൾ പാഥേയമൊരുക്കുക എന്ന് പറഞ്ഞാൽ വഴിയിൽ നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾക്കാണ് സാദ് എന്ന് പറയുക. അപ്പോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സഹോദര സമുദായങ്ങൾ പളനിക്ക് പോകും. ഈ പളനിക്ക് പോകുന്ന ആൾക്കാര് നേർച്ചാക്കും, ഇത്ര വീട്ടിൽ നിന്ന് ഞങ്ങൾ ഭിക്ഷ എടുത്തോളാം എന്ന് നേർച്ചാക്കും. എന്നിട്ട് അവര് ഭിക്ഷപാത്രമായിട്ട് വലിയ പണക്കാരോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ അവര് അതിന് പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഭിക്ഷ യാചിക്കും. അത് അവർക്കൊരു 120, 250 എന്നൊക്കെ പറഞ്ഞ കണക്കുണ്ട്. അത്രയും വീട്ടിൽ ഒരു കയറി ഇരിക്കണം എന്നാണ്, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട്. ഇങ്ങനെ ഹജ്ജിന് ആകപ്പാടെ ഒരു ദരിദ്രവാസിയായിട്ട് പോയെന്ന് ഒരു ഫക്കീറായിട്ട് ഒന്നും കൈ കരുതാതെ കിട്ടുന്നിടത്തും തിന്നാ പോണോടത്ത് കിടക്കുക എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് യാചിച്ച് ഭിക്ഷ യാചിച്ചൊന്നും പോകരുത്. നിങ്ങൾ പോകുമ്പോൾ ഒരുങ്ങിപ്പോണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കരുതണം. നിങ്ങൾ വേറുള്ളവരെ ഇങ്ങേറാക്കാൻ വേണ്ടിയിട്ട് പോകരുത്.
വേറുള്ള ആൾക്കാരുടെ കണ്ടിട്ട് നിങ്ങളതായ കാര്യങ്ങൾ നിങ്ങൾ ഒരുങ്ങണം. അപ്പൊ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ, മരുന്നാണെങ്കിൽ അല്ലാതെ. ഇപ്പൊ പിന്നെ അതൊന്നും കൊണ്ടുപോകണമെന്നില്ല, പൈസ ഉണ്ടായാൽ മതി. പൈസയും കയ്യിൽ വേണമെന്നില്ല, അക്കൗണ്ടിൽ ഉണ്ടായാൽ മതി, പിന്നെ കാർഡ് നമ്പർ ഓർമ്മ ഉണ്ടായാൽ മതി. ആ, അതിനെന്താ പ്രശ്നം? അതിനൊന്നും പ്രശ്നമല്ല. അത് ഇതുമായിട്ട് ബന്ധമല്ല. കാരണം ഞാനിപ്പോ വേറെ ആൾക്ക് വേണ്ടി അത് ചെയ്യാണ്. അതിനെന്താ? ആ, പറഞ്ഞേക്കുമ്പോഴും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാല് അയാൾ ഇയാളുടെ ചെലവും കൂടി എടുക്കണം എന്നേ ഉള്ളൂ. ഇയാളുടെ സാധു കൂടി ഇയാൾ ഒരുക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിനൊന്നും ഈ പറഞ്ഞത് ബാധകമല്ല. അതേ സമയത്ത് ഒരാൾ സ്വയം തന്നെ ഒയന്നു പോകരുത് എന്നുള്ളതാണ്. നടന്നൊക്കെ പോവാ, അതിന് കുഴപ്പമൊന്നുമില്ല, നിരോധിച്ച കാര്യമൊന്നുമല്ല. പക്ഷെ അതൊരു പബ്ലിസിറ്റിയും റിയാവിലേക്കൊന്നും വരരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. അതേ സമയത്ത് നല്ലത് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പോകലാണ്. വാഹനമുള്ള ഒരാൾ വാഹനത്തിൽ പോകലാണ് നല്ലത്. അങ്ങനെയാണ്. അപ്പോ തസവ്വദു. എന്നാൽ അതേ സമയത്ത് ഉടനെ അള്ളാഹു പറഞ്ഞു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും നല്ല പാതയും തഖ്വയാണ്. അപ്പൊ നിങ്ങള് അവല് കൊണ്ടുപോകുന്നുണ്ട്, മല്ലിപ്പൊടി കൊണ്ടുപോകുന്നുണ്ട്, ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, തഖ്വ ഇല്ലാണ്ടാണ് പോകണമെങ്കിൽ പിന്നെ മല്ലിപ്പൊടി കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് തോന്നും ഹജ്ജിന് പോയിട്ട് തഖ്വയുള്ള ആളായിട്ട് വരില്ലേ വേണ്ടിയെന്ന്. സംഗതി ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഹജ്ജിന് പോണത് തന്നെ തഖ്വയായിട്ടാണ് എന്നാണ്. അപ്പൊ പോയിട്ട് കിട്ടേണ്ട എന്തോ ഒരു സാധനമല്ല, പോകുമ്പം തന്നെ വേണ്ട സാധനമാണ് എന്ത്? തഖ്വ എന്നർത്ഥം. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, നിങ്ങൾ എന്നോട് തഖ്വ കാണിച്ചോളൂ ബുദ്ധിയുള്ളവരെ. ബുദ്ധി ഇല്ലാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനി വേറെ ഒരു വലിയ ധാരണ പശുക്ക് തിരുത്താൻ പോവാണ്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫളലൻ മിർ റബ്ബിക്കും. ഹജ്ജിന്റെ ഇടയിൽ നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ഈ ഫളല് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് മനുഷ്യന്മാർക്ക് കിട്ടുന്ന പൈസ അള്ളാന്റെ അടുത്തു നിന്നുള്ള ഫളലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലേ? പിന്നെ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ എന്നാണ്. അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഫദ്ലുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്നാണ്. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ കച്ചവടം ചെയ്യാം. അള്ളാ ഞാൻ ഹജ്ജിലാണ്, ദുന്യവിയായ ഒരു സംഗതിയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയല്ല. നിങ്ങൾ കച്ചവടം ചെയ്യാം. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള ചരക്ക് ആയിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പൊ ഓരോ നാട്ടിൽ നിന്ന് അവരവരുടെ ചരക്കുകളൊക്കെ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ തോൽക്ക് വിൽക്ക് പോലെ നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെ ഈത്തപ്പഴം ഇങ്ങോട്ട് വാങ്ങാം, തേങ്ങ അങ്ങോട്ട് കൊടുക്കുക, അല്ലെ വെളിച്ചെണ്ണ കൊണ്ടുപോയിട്ട് അങ്ങോട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കച്ചവടം ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഇനി ജോലി എടുക്കാം. കച്ചവടം മാത്രല്ല, ജോലി എടുക്കാം. നിങ്ങൾക്ക് പോയിട്ട് ആജിമാര് ബാക്കിയുള്ള ആൾക്കാരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുക, അതിന് പൈസ വാങ്ങാം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അവരെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിയാറത്തൊക്കെ നടത്തിക്കുക, അതിന് കൂലി വാങ്ങാം. അതല്ല, ഈ ഹജ്ജിന്റെ യാത്രയെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ കച്ചവടം ചെയ്യുന്നതിനൊന്നും, അപ്പൊ ഹജ്ജിന്റെ നിർണയ നാളുകളിലും ചെയ്യാം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അറഫ, നിങ്ങൾ അറഫയിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഡ്രൈവർമാരുണ്ടാവും, ഒരു ഇഹ്റാമിലേക്ക്. അപ്പൊ ഓല് ഇഹ്റാമിലേക്ക്, ഓല് ഹജ്ജിലാണ്, ഓല് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, ഓല് ജോലി ചെയ്യുന്നുണ്ട്. ഓല് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഓല് നിങ്ങളെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നവരല്ലേ. നിങ്ങൾ അറഫയിൽ മുസ്തലിഫയിലാക്കുന്ന പണിയാണ്, അവിടുന്ന് പിന്നെ നിങ്ങളെ മിനയിലാക്കുന്ന പണിയാണ്. ഒരു ജോലി ചെയ്യാണ്. പക്ഷെ ഓല് ഇഹ്റാമിലാണ് എന്ന് പറഞ്ഞാൽ ഓല് ഹജ്ജും ചെയ്യുന്നുണ്ട്, ഒരു പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം ദീനിന്റെ ഒരു സാധ്യത ആലോചിച്ച് നോക്കൂ നിങ്ങള്. അള്ളാഹുവിന് മാത്രം ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞത്, അത്തിമുൽ ഹജ്ജ വൽ ഉംറത്തിലില്ല, അത് ശരിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഫദ്ല് തേടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കച്ചവടം ചെയ്യാം, ജോലി ചെയ്യാം. നിങ്ങളൊരു ബാർബർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹജ്ജ് കഴിഞ്ഞിട്ട് ആൾക്കാർ പരിപാടിയായിട്ട് വരുന്നത്, തല പഠിച്ചു കൊടുക്കുക, അതിന്റെ പൈസ വാങ്ങാം. ഹജ്ജ് അല്ലടോ എന്നിട്ട് പൈസ വാങ്ങാം എന്നൊന്നും ചോദിക്കണ്ട, പൈസ വാങ്ങാം. കച്ചവടം ചെയ്യാം. നിങ്ങളടുത്ത് എന്തെങ്കിലും ചരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം? ഹോൾസെയിൽ മാർക്കറ്റിൽ സാധനം വാങ്ങാം, എന്നിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുക. നിങ്ങളെ കൂടെ ഒരു 50 ആജിമാരുണ്ട്. ആ 50 ആജിമാർക്കും ആവശ്യമുള്ള എന്തോ ഒരു സാധനം ഉണ്ട് വിചാരിക്കുക. നിങ്ങൾക്ക് കച്ചവടം അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടെ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവർക്ക് വിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് ലാഭം കിട്ടും, എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, അതിനെക്കാട്ടി ചെയ്യുന്നവരുണ്ട്. നമ്മൾ ചെയ്യാത്തോണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ആ
എല്ലാവർക്കും ചെയ്യാം. ഇതങ്ങനൊന്നുമില്ല. ഇതെല്ലാവരും ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സന്യാസമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആള് എന്നുപോലല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദരിദ്രവാസമല്ല. ഇസ്ലാമിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒരു മോശപ്പെട്ട കാര്യേ അല്ല. നല്ല രീതിയിലായിരിക്കണം എന്നേ ഉള്ളൂ. നമ്മള് ഈ ഇതിന്റെ ഒരു മറുവശം അധികം കേട്ടുപോയിട്ട് നമുക്ക് കച്ചവടം എന്ന് പറയുമ്പോ ഒരു മോശമായിട്ട് തോന്നുന്നതാണ്. ഓ കച്ചവടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഓ വളരെ മോശമാണെന്നായി പോയതാണ്. അങ്ങനല്ല, പെണ്ണുങ്ങൾ നിങ്ങളൊക്കെ കച്ചവടം ചെയ്യണം. ഒന്നെങ്കിൽ ഹോൾസെയിൽ മാക്സി വാങ്ങിയിട്ട് അല്ലാത്തവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പണികളുണ്ട്. അതൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും, വാട്സപ്പിൽ ചെയ്യാൻ പറ്റും, ഫോൺ ചെയ്യാൻ. വെറുതെ കുത്തിരിക്കുകയേ ചെയ്യരുത്. ഇവര് പൈസ തരാത്തോണ്ടല്ല, ഓര് തരുന്ന പൈസ ഒക്കെ നിങ്ങൾക്ക് ചെലവിനെടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് സദക്ക ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇങ്ങോട്ടും കൊടുക്കാം, പ്രശ്നമില്ല. ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, സദക്ക ഒക്കെ കൊടുക്കാലോ. അപ്പൊ പൈസ ഉണ്ടാക്കിയാണോ വേണ്ടത്? അതൊക്കെ നല്ലോണം പറയണ, അതൊക്കെ നല്ലോണം പറയണ. അപ്പൊ എന്താ കാര്യം എന്ന് പറയും നമ്മൾ അങ്ങനെ. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പണി? ആ പണിയൊന്നുമില്ല, മക്കളൊക്കെ എന്ന് വിചാരിക്കരുത്. മക്കളെ പണിയെടുത്തോട്ടെ. എല്ലാരും നമുക്ക് ആവതുള്ള കാലത്തോളം 5 പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഇനിയിപ്പൊ പൈസ ഒന്നും വേണ്ടെന്ന് പറയരുത്. ആർക്ക് വേണ്ടാന്ന്? പൈസ വേണ്ടെന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. അപ്പോ എപ്പോഴും സമ്പത്ത് അധികരിപ്പിക്കാനും ഉള്ളത് വൃത്തിയില് കൂട്ടാനൊക്കെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അല്ലാണ്ട് എന്നാ അതേ സമയത്ത് അതിന്റെ അടിമയാവാൻ പാടില്ല. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ അതിന്റെ മേലെ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ താഴെ നമ്മളായി പോകരുത്. നമ്മളെ നിലപാടുകൾ വിടരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹജ്ജിന് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കച്ചവടം ചെയ്യാവുന്നതാണ്, ജോലി ചെയ്യാവുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അറഫയിൽ നിന്ന് പോന്നാൽ, നിങ്ങൾ അതൊരു ഒഴുക്കാണ്. ഇവിടെ ആ ഒരു രീതിയിലുള്ള ഒരു പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അറഫയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പോകുന്നു. നിങ്ങൾ മുസ്തലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കുക. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടി. ഇതിന്റെ മുമ്പ് നിങ്ങൾ പഴച്ചു ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ വിളിച്ചല്ലാത്ത, ഇസ്ലാമിന്റെ മുമ്പ് പിന്നെ ലാലിലാണ്. അപ്പൊ ഇസ്ലാമിലേക്ക് വന്നു, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയപ്പോ നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുകയാണ് വേണ്ടത്. അപ്പോ മുസ്ദലിഫയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ്. ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല്, നിങ്ങള് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നിടത്ത് നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോവുക. അതിന്റെ ഒരു പ്രശ്നം, ഈ ഖുറൈശികൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവര് ഞങ്ങള് ഇതിന്റെ ആളുകളാണ്, അതിന്റെ കഅബന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഹറമിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഇതിന്റെ ഉരായ്മക്കാരാണെന്നുള്ള ആൾക്കേ ഓര് പറയൂ ഞങ്ങൾ ഹറമ് വിട്ട് പുറത്തേക്ക് പോകൂല. അപ്പൊ ഹജ്ജിന് നമ്മളിപ്പോ ഇവിടുന്ന് മക്കത്തേക്കാണ് ഹജ്ജിന് പോണതെങ്കിലും നമ്മൾ മക്കത്തെത്തി തവാഫ് ചെയ്ത് തവാഫുൽ ഖുദൂം കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹറമ് വിട്ട് പുറത്തു പോകണം. ഈ അറഫ എന്ന് പറയുന്നത് ഹറമിന്റെ പുറത്താണ്, ഹറം പരിധിക്ക് പുറത്താണ് അറഫ. അപ്പൊ നമ്മൾ ഹജ്ജ് ചെയ്യാൻ ഹറമിലേക്ക് പോയി അവിടെ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട് വിട്ട് അള്ളാന്റെ വീട്ടിലേക്ക് പോയാൽ അള്ളാന്റെ വീട്ടുമുറ്റത്തുനിന്ന് നമ്മളോട് പറയേണ്ടത് നീ ഇതും വിട്ട് പുറത്തു പോകണം, എന്നിട്ട് ഇങ്ങോട്ട് വാങ്ങാം. അപ്പോ നമ്മൾ മിനയിൽ പോയി അറഫയിലേക്ക് പോകുന്നത്, അറഫ എന്ന് പറയുന്നത് ഹറമിന്റെ പുറത്താണ്, ഹറം പരിധിന്റെ പുറത്താണ്. ആ ഹറം പരിധിന്റെ പുറത്തു പോയിട്ട് 9-ാം തീയതി മഗ്‌രിബോളം അവിടെ തന്നെ നിന്നിട്ട് വേണം മുസ്തലിഫയിലേക്ക് വരാൻ. പിറ്റേന്ന് വേണം ജംറയിലേക്ക് വരാൻ. അതോടൊപ്പം പിന്നെ കഅബന്റെ അടുത്തേക്ക് വന്നിട്ട് തവാഫുൽ ഇഫാദ ചെയ്യാൻ. അപ്പൊ ഖുറൈശികള് എന്ത് പറഞ്ഞു? നമ്മള് പുറത്തേക്കില്ല, നിങ്ങളൊക്കെ എന്ത് ചെയ്തോളി, നിങ്ങളൊക്കെ വേറെ പുറത്തുള്ളവരല്ലേ, ഭരതന്മാര് അന്യ നാട്ടിൽ നിന്ന് വന്നോളൂ, നിങ്ങള് അവിടെ അർഫയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ പോരി, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എവിടെ ഉണ്ടാവും? ഞങ്ങൾ അറബിന്റെ ആൾക്കാരാണ്. അപ്പൊ അള്ളാഹു പറയാണ് ആ സുജായിത്തരൊന്നും ദീനുൽ ഇസ്ലാമിൽ വേണ്ട. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങളെ വീട്ടുപേരെന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഗോത്രം ഏതോ ആയിക്കോട്ടെ, മനസ്സിലായോ? അതൊക്കെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, ജനങ്ങൾ പുറപ്പെട്ടിടത്ത് നിന്ന് നിങ്ങളും പുറപ്പെടണം. അപ്പൊ ജനങ്ങൾ അവിടെ, ഞങ്ങൾ ഇവിടെ, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഖുറൈശിയാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ പിന്മുറക്കാരാണ്, നിങ്ങൾ കഅബന്റെ നടത്തിപ്പുകാരാണ്, നിങ്ങൾക്ക് വലിയ ആദരണീയതകളുണ്ട്, നിങ്ങൾക്ക് വലിയ പദവികളുണ്ട്, നിങ്ങളെ കച്ചവട സംഘത്തെ വേറുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ. ഖുറൈശിലെ ഏലം പോവാണെങ്കിലും അവിടെ അവർക്ക് സ്ഥാനാണ്.
എന്താന്ന് വെച്ചാല് കാബന്റെ ആൾക്കാരാണ്, നമുക്ക് നാളെ അവിടെ ഹജ്ജിന് വേണ്ടിയാണ്, അപ്പോൾ ഇവരോട് നല്ലോണം നിൽക്കുക എന്നുള്ള ഒരു രീതിയാണ് എല്ലാവർക്കും. അപ്പൊ അവരുടെ വഴിയൊക്കെ ആ അർത്ഥത്തിലാണ്, അവരുടെ കച്ചവട യാത്ര. അതാണ് ഈ ഈലാഫി ഖുറൈശ് എന്ന് പറഞ്ഞത്. ഈലാഫി ഖുറൈശിൻ ഈലാഫി ഇവസെ. ശൈത്യകാലത്താണെങ്കിലും ഉഷ്ണകാലത്താണെങ്കിലും ഒക്കെ അവർക്ക് അവരുടെ വഴികളൊക്കെ വളരെ ക്ലിയർ ആണ്. അതൊക്കെ ശരിയാണ്. അതേസമയം നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ശുചായികളായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ജനങ്ങളുടെ കൂടെ ആണ് വേണ്ടത് എന്നാണ്. ഖുറൈശികളായാലും ഇപ്പൊ നമ്മളിപ്പോ തിരിച്ചാണ്. നമ്മൾ നാട്ടിൽ ഒരുത്തന് ആൾക്കാരെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ അവനെ പറ്റി ഓം വലിയ ഖുറൈശിയാണെന്ന് പറയും. അതാണ്. അപ്പോ ചില ആൾക്കാരെ അങ്ങനെ ആൾക്കാരുടെ കൂടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അതൊരു പ്രത്യേകമായ രീതിയിൽ തന്നെ എന്നുള്ള ആൾക്കാണ്. അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, നിസ്കാരത്തിൽ ഇമാം ഉയരുള്ള സ്ഥലത്ത് നിൽക്കൽ റസൂൽ നിരോധിച്ചിരിക്കുന്നു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതായത് ഈ മഅ്മൂമീങ്ങളൊക്കെ താഴ്ന്നിട്ടും ഇമാമിന് മാത്രം ഒരു ഉയരുണ്ടാവാൻ പാടില്ല. അത്ര ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇമാമ മഅ്മൂമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ മേലെയും ബാക്കിയുള്ളവർ താഴെ ഉണ്ടായാലും, അഥവാ ഒരു ഉയരുള്ള സ്ഥലമാണ് നിൽക്കാൻ സൗകര്യമുള്ളൂ എങ്കിൽ ഇമാമിന്റെ കൂടെ രണ്ടാളെങ്കിലും എന്ത് ചെയ്യണം, രണ്ട് മഅ്മൂമീങ്ങളും കൂടി നിൽക്കണം. അല്ലെങ്കിൽ ഒരു സഫ് ഇമാമിന്റെ കൂടെ അതേ ഉയരത്തിൽ നിൽക്കണം. പിന്നെ ബാക്കിയുള്ളവർക്ക് താഴെ മേലെയൊക്കെ നിൽക്കാം. അപ്പൊ ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് മറ്റുള്ളവരിൽ നിന്ന് പൊന്തി നിൽക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് കുപ്പായിട്ട കസാലയിൽ മാത്രം ചില ആൾക്കാര്, ചില കല്യാണപ്പുരയിലൊക്കെ പോയാൽ കുപ്പായിട്ട കസാരയും കുപ്പായിടാത്ത കസാരയും, കുപ്പായിട്ട കസാരയിലേക്ക് പ്രത്യേക ആൾക്കാർ വരും, ഓരോ പ്രത്യേക ഇരുത്തും. എന്നിട്ട് എനിക്ക് കുപ്പായിട്ട കസാര കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ വേറെ ഏതോ ഒരു സുജായിന്റെ, അത് ഞാനും ഇതിൽ പെട്ടതല്ലേ. അങ്ങനല്ല, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചില സ്ഥലത്ത് ഊരിക്കാൻ പറയാൻ പറ്റൂല, അത് വേറെ കേസ്. അത് സമീപനം എന്നത് വേറെയാണ്. അതേ സമയത്ത് നിലപാട്, അപ്പൊ രണ്ട് വ്യത്യാസം. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട തത്വങ്ങളെ കുറിച്ചാണ്. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഓരോ സ്ഥലത്തിനും സദസ്സിനും ഒക്കെ അനുസരിച്ച് ആണ് അത് വരിക. അപ്പോ പിന്നെ നിങ്ങൾ ജനങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കണം. അത് ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. നിങ്ങൾ ആര് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ ആൾക്കാരുടെ കൂടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നല്ലോ. പുറത്തുനിന്ന് ആള് വന്നിട്ട് ചോദിക്കല, നിങ്ങളെ കൂടെ ആരാ, റസൂൽ ആരാ, മുഹമ്മദ് ആരാ എന്ന് ചോദിക്കാൻ. എന്താ കാരണം? എല്ലാരും കൂടെയാണ് ഉള്ളത്, എല്ലാരും കൂടെയാണ്. ഈ പുരോഹിതന്മാർ ഉണ്ടാക്കിയ ഒരു സാധനമാണ് അവർക്ക് ഇരിക്കാൻ ആവണപ്പലക എന്നതിന് പറയാം. പുരോഹിതന്മാർ ഇരിക്കണേന് ഓൽക്കൊരു പ്രത്യേക, അന്ന് കസേരല്ലാത്തോണ്ട് പലയാണ്, എല്ലാരും പലമായില്ല, ഇവർക്ക് ആവണപ്പലയാണ് ഉണ്ടാവുക എന്നതാണ് പുരോഹിതന്മാരുടെ രീതി. അപ്പോ സന്യാസി അങ്ങനത്തെ വലിയ ആൾക്കാരൊക്കെ, അപ്പൊ അതൊരു പ്രത്യേകമായ ഒരു സംഗതി. ആൾക്കാരെ പോലല്ല ഇദ്ദേഹം എന്നുള്ള അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ജനങ്ങളുടെ കൂടെ ആയിരിക്കുക, ആളുകളുടെ ഒപ്പമായിരിക്കുക, ആളുകൾ ഇരിക്കുന്നിടത്ത് ഇരിക്കുക, ഒരു തിന്നുന്നിടത്തും തിന്നുക എന്ന രീതിയാണ്. അപ്പൊ ഖുറൈശികളോട് പ്രത്യേകിച്ച് അന്നത്തെ ഈ അന്ധവിശ്വാസത്തെയും കൂടി ഇല്ലാതാക്കിക്കൊണ്ട് പറയാണ്, നിങ്ങൾ പുറപ്പെടുക, ജനങ്ങൾ പുറപ്പെടുന്നിടത്ത് നിന്ന് നിങ്ങൾ പുറപ്പെടുക. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. പഴയ കാലത്ത് അങ്ങനെ ഒന്നല്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക. ഇപ്പൊ അന്നത്തെ കാലത്ത് ഗോത്രങ്ങൾ, വംശങ്ങൾ എന്നുള്ള പേരിലാണ്, ഇന്ന് തറവാട് എന്നുള്ള പേരിലാണ് പലതും അങ്ങനെ സംഭവിക്കുക. ഈ വീട്ടുപേര് എന്നൊക്കെ പറയുന്നത് എങ്ങനെ വന്നതാ? എങ്ങനെയോ വന്നതാണ് അല്ലേ. ഒരു മനുഷ്യന്റെ പേരന്റെ മുറ്റത്ത് പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പൊ പ്ലാവുള്ള കണ്ടി നാജി എന്ന് പറഞ്ഞു. അത് മുറിച്ചാ പ്ലാവ് മുറിച്ച കണ്ടി എന്നാവും. അത്രല്ലേ ഉള്ളൂ പൈല്, അത്രേ ഉള്ളൂ. അറിയാൻ വേണ്ടിയിട്ട് ഏതോ ആടിനർത്ഥപ്പോ കക്ക് കൂടിയതാണോ കക്കോടി പറയുന്ന കേട്ടാണ്. അങ്ങനെ പല പേര് വന്നതിന്റെ പേരിൽ രസകരമായ പല സംഗതികളും ഉണ്ടാവും. ഇവിടുന്ന് വടക്കൻ ഭാഗത്ത് പോയി നോക്കിയാല് NOC മുക്കുണ്ട്. NOC മുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചങ്ങായി NOC വാങ്ങി തരാന്നിട്ട് കുറെ ആളോട് പൈസ വാങ്ങിയിട്ട് മുങ്ങീന്. അപ്പോ അത് പിന്നെ NOC മുക്ക് ഒരു സ്ഥലത്തിന്റെ പേരാണ്, നമ്മളെ ഇടച്ചേരിന്റെ അടുത്തുള്ള സ്ഥലമാണ്. വടകര മൂരികുത്തിണ്ട്, കല്ലോടുണ്ട്. ഇതിന്റെ ഒക്കെ പേരിൽ ആൾക്കാർ ഇങ്ങനെ അഭിമാനം കൂടാണ്, ഞാനേ കല്ലോട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ എന്താ പേര് കാര്യമുള്ളത്? ഒരു കല്ലോട് 2 മൂരികുത്തി എന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർ വെച്ചാൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന്. അപ്പോ